ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായുള്ള ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ആവേശകരമായ തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. പെർത്തിലെ ഗ്രൗണ്ടിൽ വിക്കറ്റ് പെയ്ത്താണ് ഒന്നാം ദിനം നടന്നിരിക്കുന്നത്. ആദ്യ ടെസ്റ്റിൽ ടോസിലെ ഭാഗ്യം ഇന്ത്യക്കൊപ്പം നിന്നു. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ പേസർ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ നയിച്ചത്. ടോസ് നേടിയ ബുംറ പതിവ് പോലെ മുൻപ് ഓസ്ട്രേലിയ പെർത്തിൽ ടോസ് ലഭിക്കുമ്പോൾ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ടോസ് നേടിയ ബുംറ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. എന്നാൽ നായകന്റെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു പ്രകടനമായിരുന്നില്ല ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും ടീമിലെ ഏറ്റവും മുതിർന്ന താരം ഇപ്പോൾ വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി പോലും നിരുത്തരവാദപരമായ ഒരു ബാറ്റിംഗ് ആണ് ഇന്ന് നടത്തിയത്. അത്തരത്തിൽ മുൻനിര ബാറ്റർമാരെല്ലാം നിറമങ്ങിയ ഇന്നിങ്സിൽ ഇന്ത്യ വെറും 150 റൺസിനാണ് പുറത്തായത്. ഓപ്പണർ ജയ്സ്വാൾ, ഒപ്പം തന്നെ മൂന്നാം നമ്പറിലെത്തിയ ദേവ്ദത്ത് പടിക്കൽ എന്നിവർ 0 പുറത്തായി. അപ്പോൾ പ്രതീക്ഷയായിരുന്ന വിരാട് കോഹ്ലി 4ാം നമ്പറിലെത്തുന്നു. എന്നാൽ കോഹ്ലിക്ക് വലിയ ഒരു മാജിക്കൊന്നും പഴയതുപോലെ കാണിക്കാൻ പറ്റുന്നില്ല. തൻ്റെ ആ പ്രതാപകാലത്തെ ഫോമൊക്കെ തന്നെ കൈമോശം വന്നിരിക്കുന്നു എന്നാണ് കോഹ്ലിയുടെ ഇന്നത്തെ പ്രകടനം തെളിയിക്കുന്നത്. 12 പന്ത് നേരിട്ട് വെറും 5 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങുന്ന കാഴ്ച കണ്ടു. ഇതിനിടയിൽ മധ്യനിരയിൽ ഋഷഭ് പന്ത്, ഒപ്പം തന്നെ ഓപ്പണറായി ഇറങ്ങിയ KL രാഹുൽ എന്നിവരൊരു ചെറുത്തുനിൽപ്പ് നടത്തി. രാഹുൽ 26 റൺസാണ് എടുത്തത്. 26 റൺസ് എടുത്ത രാഹുലിനെ വിക്കറ്റ് കീപ്പർ പിടിച്ച് പുറത്താക്കുകയായിരുന്നു. ജോഷ് ഹാസൽവുഡിനാണ് വിക്കറ്റ് ലഭിച്ചത്. എന്നാൽ രാഹുലിന്റെ പുറത്താക്കൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഋഷഭ് പന്ത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് വീശി 37 റൺസ് അദ്ദേഹം എടുത്തു. എന്നാലും ഇന്ത്യൻ ഇന്നിംഗ്സിൽ നട്ടലായിട്ട് മാറിയത് ഇന്ന് അരങ്ങേറ്റ മത്സരം കളിച്ച നിതീഷ് കുമാർ റെഡ്ഡിയാണ്. 22കാരനാണ്. നിതീഷിന്റെ 41 റൺസാണ് ഇന്ത്യയെ 100 കടത്താൻ സഹായിച്ചത്. ഒരു ഘട്ടത്തിൽ 73 റൺസിനിടെ 6 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട വളരെ ദയനീയമായ ഒരവസ്ഥയിലായിരുന്നു ഇന്ത്യ. അവിടെ വെച്ച് ഋഷഭ് പന്തും നിതീഷും ചേർന്ന് 48 റൺസിന്റെ 7ാം വിക്കറ്റ് കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് സ്കോർ 100ലേക്ക് എത്തുന്നത്. പിന്നീട് ഋഷഭ് പന്ത് പുറത്താകുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ ഇന്ത്യ എയുടെ ടൂറിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ധ്രുവ് ജുറൽ, അദ്ദേഹം വലിയ പ്രതീക്ഷയോടെയാണ് എത്തിയതെങ്കിലും അദ്ദേഹത്തിനും കാര്യമായ പ്രകടനം നടത്താനായില്ല. 11 റൺസ് എടുത്ത് ധ്രുവും പുറത്തായി. പിന്നീട് വാലറ്റത്തെ കൂട്ടുപിടിച്ച് നിതീഷ് നടത്തിയ ഒരു ചെറുത്തുനിൽപ്പാണ് സ്കോർ 150ലേക്ക് എത്തിക്കുന്നത്. 29 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയ ജോഷ് ഹാസൽവുഡ് ഇന്ത്യയെ തകർത്തു. മിച്ചൽ സ്റ്റാർക്ക്, ഒപ്പം തന്നെ പാറ്റ് കമിൻസ്, മിച്ചൽ മാർഷ് എന്നിവർ 2 വീതം വിക്കറ്റുകളും വീഴ്ത്തി. ഇന്ത്യയെ സംബന്ധിച്ച് 2 താരങ്ങളാണ് ഇന്ന് അരങ്ങേറ്റം കുറിച്ചത്. നിതീഷ് കുമാറിന് പുറമെ ഹർഷദ് റാണയും പേസ് ബൗളറാണ് അദ്ദേഹം, ഇന്ന് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ഇന്ത്യ 150 റൺസിന് പുറത്താക്കിയതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് സ്വന്തം മണ്ണിൽ ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് ഇറങ്ങിയത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിയില്ല. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലുള്ള പേസ് ബൗളിംഗ് മികവിലേക്ക് ഉയർന്നപ്പോൾ ഓസീസിനും കനത്ത തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് പെർത്തിൽ കാണാൻ കഴിഞ്ഞത്. ആദ്യ ദിനത്തിലെ കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ 67 റൺസിനെടുക്കുന്നതിനിടയിൽ 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് വളരെ പരമദയനീയ ഒരു അവസ്ഥയിലാണ്. അവരുടെ സ്റ്റാർ ബാറ്ററായ സ്റ്റീവ് സ്മിത്ത് ഗോൾഡൻ ഡക്ക് പുറത്തായി. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ സ്മിത്തിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യക്ക് ഒരു മേൽക്കൈ നൽകിയത്. ഈ വിക്കറ്റ് വീഴ്ചയ്ക്കിടയിൽ ഒരു വശത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച മാർണസ് ലബുഷൈൻ, അദ്ദേഹം ഏതാണ്ട് 52 പന്തുകൾ നേരിട്ടു. എന്നാൽ അവസാനം വെറും 2 റൺസ് മാത്രം എടുത്ത് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. മുഹമ്മദ് സിറാജാണ് ലബുഷൈന്റെ വിക്കറ്റ് വീഴ്ത്തിയത്. ഒപ്പം തന്നെ അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷദ് റാണയും ഒരു വിക്കറ്റ് വീഴ്ത്തിയ ഹർഷദ് റാണ അപകടകാരിയായ ട്രാവിസ് ഹെഡിനെയാണ് പുറത്താക്കിയത്. ഇന്ത്യൻ നിരയിൽ നായകൻ ബുംറ തന്നെയാണ് മുന്നിൽ നയിച്ചത്. 17 റൺസ് മാത്രം വഴങ്ങി ബുംറ ഇതുവരെ 4 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 2 വിക്കറ്റ് മുഹമ്മദ് സിറാജിന് ലഭിച്ചു. ഹർഷദ് റാണയ്ക്ക് 1 വിക്കറ്റും കിട്ടി. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ 150 റൺസിന് തങ്ങളെ പുറത്താക്കിയെങ്കിൽ അതിന് മറുപടി തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രകടനമാണ് ഇന്ത്യയുടെ ബൗളർമാർ നടത്തിയത്. ഇനി വെറും 3 വിക്കറ്റ് മാത്രം ശേഷിക്കെ ഏതാണ്ട് 83 റൺസ് കൂടി വേണം ഓസ്ട്രേലിയക്ക് ഇന്ത്യയുടെ സ്കോർ മറികടക്കാൻ. നാളെ തുടക്കത്തിൽ തന്നെ ഓസ്ട്രേലിയയെ എത്രയും വേഗം പുറത്താക്കാൻ കഴിഞ്ഞാൽ, ഒരു 19 റൺസിൻ്റെങ്കിലും ലീഡ് നേടാൻ കഴിഞ്ഞാൽ, ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് നേടാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് ഈ മത്സരത്തിൽ നൽകും.
കോഹ്ലിയെ സംബന്ധിച്ച് കോഹ്ലി ഇന്ന് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിനമാകും. ബാറ്റിംഗിൽ പരാജയപ്പെട്ടു എന്നത് മാത്രമല്ല, ഇന്ത്യ ഫീൽഡിങ്ങിനായി എത്തിയപ്പോൾ ഈ പറയുന്ന മാർണസ് ലബൂഷേന്റെ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം ജസ്പ്രീത് ബുംറയുടെ ബോളിൽ സ്ലിപ്പിൽ ക്യാച്ച് നൽകിയതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ചായിരുന്നു അത്. അദ്ദേഹം കൈവിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത്തരത്തിൽ കോഹ്ലി ഒരു തരത്തിൽ ടീമിന് ബാധ്യതയാകുന്നുവോ എന്ന് ആരാധകർക്ക് തോന്നുന്ന വിധത്തിലുള്ള പ്രകടനമാണ് നടത്തുന്നത്. കഴിഞ്ഞ കുറേ നാളായിട്ട് അദ്ദേഹം ടെസ്റ്റിൽ മോശം ഫോമിലാണ്. അടുത്തിടെ സ്വന്തം നാട്ടിൽ നടന്ന ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ പോലും അദ്ദേഹത്തിന് കാര്യമായ ഒരു പ്രകടനവും നടത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ ഇപ്പോൾ ടീമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള താരം, അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കേണ്ടതാണ് ടീമിനെ. എന്നാൽ അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫോമില്ലായ്മ ഇന്ത്യയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇത്തരത്തിൽ വിരാട് കോഹ്ലിക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ പരമ്പരയിൽ ഇനിയൊരു 4 മത്സരം കൂടിയുണ്ട്. 5 മത്സരങ്ങളുടെ പരമ്പര. അത് 4 മത്സരങ്ങളെങ്കിലും ജയിച്ചിന്റെ പരമ്പര നേടിയാൽ മാത്രമേ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യക്ക് യോഗ്യത നേടാൻ കഴിയുകയുള്ളൂ. ആ ഒരു നേട്ടത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന വിരാട് കോഹ്ലി, ഒപ്പം തന്നെ അടുത്ത ടെസ്റ്റിലേക്ക് നായകനായി തിരിച്ചെത്താൻ കാത്തിരിക്കുന്ന രോഹിത് ശർമ്മ, അവരുടെയൊക്കെ ഫോം ഇന്ത്യക്ക് നിർണായകമാണ്.